നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, മുഖ്യമന്ത്രിയുടെ പ്രധാന അറിയിപ്പ് അനുസരിച്ച് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ അത് പടിപടിയായിട്ട് ഉയർത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആനുകൂല്യം 100 രൂപ വീതമൊക്കെ ആയിരിക്കും വർദ്ധിപ്പിക്കുന്നത്. 1600 ലഭിക്കുന്ന നമുക്ക് ഇനി 1700 ഒരു വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്ന എല്ലാവർക്കും ഇതൊരു ആശ്വാസകരമായിട്ട് മാറുകയും ചെയ്യും. 2500 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഈ ഒരു തുക വർധനവ് അത്രയും ഒരു 2500 എത്താനുള്ള സാഹചര്യമില്ല. പക്ഷേ എങ്കിൽ പോലും ആനുകൂല്യം മുടങ്ങാതെ നൽകുമെന്നും അതോടൊപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യം അത് പടിപടിയായിട്ട് ഉയർത്താൻ സർക്കാർ ശ്രമിക്കുമെന്നും ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. നിലവിൽ ഇനി 2025 ഫെബ്രുവരി മാസമാണ് സംസ്ഥാന ബഡ്ജറ്റുള്ളത്. ഈ സമയത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു അറിയിപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ 1600 രൂപ 2024 മാർച്ച് മാസം മുതൽ എല്ലാ മാസവും നമുക്ക് മുടങ്ങാതെ സഹായം ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവർക്കും തെളിമ സ്പെഷ്യൽ ക്യാമ്പയിൻ നാളെ മുതൽ ആരംഭിക്കുകയാണ്. നവംബർ 15 ആരംഭിച്ച് ഡിസംബർ 15 അവസാനിക്കുന്ന രീതിയിലാണ് തെളിമ ക്യാമ്പയിൻ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മളുടെ റേഷൻ കടയിൽ അല്ലെങ്കിൽ നമ്മുടെ സമീപമുള്ള ഏത് റേഷൻ കടകളിലും തെളിമ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ബോക്സ് ഉണ്ടാകും. ഈ ബോക്സിലേക്കാണ് നമ്മളുടെ പരാതികൾ, അത് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന അനർഹരെക്കുറിച്ചുള്ള പരാതികളാവാം. ഇനി അതല്ല എങ്കിൽ നമ്മളുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആ തിരുത്തലിന് വേണ്ടിയുള്ള അപേക്ഷകളാവാം. അത് കൃത്യമായിട്ട് രേഖകളുടെ പിൻബലത്തോടെ തന്നെ രേഖകൾ അറ്റാച്ച് ചെയ്ത് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച് ഈ ബോക്സിൽ നിക്ഷേപിച്ചാൽ മതി. ഡിസംബർ 15 ശേഷം താലൂക്ക് തലത്തിൽ ഇത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് വേണ്ട നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും. നവംബർ 15 ആരംഭിച്ച് ഡിസംബർ 15 തെളിമ പദ്ധതി അവസാനിക്കുകയും ചെയ്യും. റേഷൻ കാർഡിൽ പേരിലുള്ള പൊരുത്തക്കേട്, മേൽവിലാസം, അതോടൊപ്പം തന്നെ കാർഡ് ഉടമയുമായിട്ടുള്ള ബന്ധം, ഇനി ആധാർ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തിരുത്താനുള്ള പ്രത്യേക അവസരം കൂടിയാണ് ഈ തെളിമ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. വിവിധ പദ്ധതികൾക്ക് ആധാർ അധിഷ്ഠിത eKYC ഇപ്പോൾ നിർബന്ധമാക്കുന്നുണ്ട്. അത് ഗ്യാസ് കണക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെൻഷൻ ആയിക്കോട്ടെ, PM കിസാൻ എന്ന് പറയുന്ന പദ്ധതി ആയിക്കോട്ടെ, ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കുമ്പോൾ ഇലക്ട്രോണിക് KYC എന്ന പേരിൽ ഒരു വേരിഫിക്കേഷൻ ഉണ്ടാകും. പല കാര്യങ്ങൾക്കും ഇത്തരത്തിൽ വേരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഫോണിലേക്ക് OTP വരുന്ന സംവിധാനം, അതല്ല എങ്കിൽ ബയോമെട്രിക് സംവിധാനമായിരിക്കും. അപ്പോൾ നമ്മളുടെ ആധാർ പുതുക്കിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ പരാജയപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആധാറിൽ ഫോൺ നമ്പർ തിരുത്താനുള്ളവർ ആ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാനുള്ളവർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. 100 രൂപയൊക്കെയാണ് നമ്മളുടെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് സർവീസ് ചാർജായിട്ട് ഈടാക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം നവംബർ മാസം 15 അവസാനിക്കുകയാണ്. നിലവിൽ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, അതോടൊപ്പം തന്നെ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് പോസ്റ്റ് മെട്രിക് തുടങ്ങിയ വിവിധ സ്കീമുകൾ, ഇങ്ങനെയുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് നാളെയോടെ അവസാനിക്കുന്നത്. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് തല അല്ലെങ്കിൽ സ്റ്റേറ്റ് തല വേരിഫിക്കേഷൻ ഉൾപ്പെടെയായിട്ട് മാറും. 2025 ജനുവരി ഫെബ്രുവരി മാസത്തോടെ തന്നെ അന്തിമ ലിസ്റ്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച് പിന്നീട് വിദ്യാർത്ഥിയുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ കേന്ദ്ര സർക്കാർ പണം കൈമാറുന്നതുമായിരിക്കും. വിദ്യാർത്ഥികൾ ആരെങ്കിലുമൊക്കെ സ്കോളർഷിപ്പിന് ഇനി അപേക്ഷിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയും ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിന് വേണ്ടി ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.